ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു, കമൻറ്റ്സ് ഇട്ടവർക്കെല്ലാം നന്ദി. പഴയ വീഡിയോ കാണുന്നവർക്കും ഒത്തിരി നന്ദി. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടവർക്കും ഒത്തിരി നന്ദി. പബ്ലിക്കായിട്ട് കമൻറ്റ്സ് ഇട്ടവർക്കും ഒത്തിരി നന്ദിയേ. അപ്പോൾ വാട്സപ്പിൽ ഇന്നലെ കമൻറ്റ്സ് വന്നയാ, ചേച്ചിയുടെ ചായ ആറ്റുന്ന കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാനും ചായ ആറ്റും. പിന്നെ പ്രൈസമോൻ അടി കിട്ടിയതുപോലെ ഒരു അനിയൻകുട്ടി എൻ്റെ അവനും അടി കിട്ടിയതാ. പിന്നെ അവൻ ആ സ്കൂളിൽ തന്നെ കുറച്ച് നാൾ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കമൻറ്റ് വന്നായിരുന്നു. അത് ആ ഐഡിയിൽ നിന്ന് എനിക്ക് അങ്ങനെ അധികം കമൻറ്റൊന്നും അങ്ങനെ അധികം നല്ല, ഞാനത് ആദ്യമായിട്ട് ആ ഐഡി കാണുന്നതെന്ന്. അപ്പച്ചനൊന്നും ഞാനത് ചിന്തിച്ചു, ആരെങ്കിലും ചോദിക്കും അപ്പച്ചനൊന്നും എടുത്തില്ലല്ലോ. ഞങ്ങൾ എല്ലാവർക്കും കൂടെ എടുക്കാൻ പോയതല്ല. എനിക്ക് സത്യം പറഞ്ഞില്ലേ, അങ്ങനെ അങ്ങ് ഇറങ്ങിയത് കൊണ്ട് ഡിമാർട്ടിൽ അവിടെ അവർ ഇരിക്കുന്ന കണ്ടോണ്ടേ അങ്ങ് വാങ്ങിച്ചതെന്നല്ല. അത് എല്ലാവർക്കും ഫാമിലിയായിട്ടൊന്നും എടുക്കാനായിട്ട് പോയതല്ല. മെയിൻ പിള്ളേർക്ക് രണ്ടിനും ഇല്ലായിരുന്നു. അപ്പം റേച്ചാൻ തന്നെ പോയാൽ ഞാൻ പറഞ്ഞില്ലേ വധമാക്കിക്കൊണ്ട് വരും. ഈ കഴിഞ്ഞ 3-4 മാസത്തിന് മുമ്പ്, 3-4 മാസത്തിന് മുമ്പിട്ട പോയി 4 കറുപ്പ് ടീഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതെല്ലാം അത് ശരിയല്ലായിരുന്നു. അതും അന്യായ വില കൊടുത്ത്. കാരണം അതൊന്ന് കഴുകിയപ്പോഴത്തേനൊക്കെ ഭയങ്കരമായിട്ട് ലൂസായി, അവനങ്ങ് ഭയങ്കര ഒരു വൃത്തികേടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതലും പോയത്. കൊച്ചിനും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നോണ്ടേ പിന്നെ റീച്ചാൻ വന്നെടുത്ത് പിന്നെ ഇവിടെ വന്നു. അപ്പച്ചൻ എന്നാലും ചോദിച്ചാൽ അപ്പച്ചനൊന്നും എടുത്തില്ലേന്ന്. അപ്പച്ചന് അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് പറയുകയും ചെയ്തു, റീച്ച ഒരു ടീഷർട്ട് എടുക്കട്ടെ എന്ന്. അപ്പോൾ ഡാഡിക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. അപ്പം ഡാഡിക്ക് അങ്ങനെ നമ്മൾ എടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഈ കഴിഞ്ഞ മാസമായിരുന്നു അമേരിക്കയിൽ നിന്ന് അനന്തരം വന്നുകൊണ്ടേ ഡ്രസ്സ് കൊടുത്തു. പിന്നെ ഈ കഴിഞ്ഞിടയാ അല്ലാത്ത ഡ്രസ്സൊക്കെ മീൻസ് ഈ തുണികളെല്ലാം കഴുകുന്ന ഞാനല്ലേ. അപ്പം ഡാഡി പോലും ചിലപ്പം പറയത്തില്ല എനിക്ക് അകത്തിടുന്ന ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഞാൻ നോക്കുമ്പം ചിലപ്പം ചിലത് ഇത്തിരി കിഴുത്ത പോലൊക്കെ വീണ് ബനിയനെ അകത്തിടുന്ന ബനിയനും എൻ്റെ ഇതൊക്കെ ഞാൻ പിന്നെ റീച്ചാൻ പറഞ്ഞ് ഡാഡി പോലും അറിയാതെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അപ്പച്ചനൊന്നും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഇരിക്കത്തില്ല. ആവശ്യമുള്ളതൊക്കെ എനിക്ക് അന്നേരം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എപ്പോഴും ഒന്നും നമ്മൾ ഡ്രസ്സ് എടുക്കത്തില്ല. എൻ്റെ നൈറ്റി മൊത്തത്തിൽ ഇങ്ങനെ വിയർത്ത് കൈ ഇങ്ങനെ മൊത്തം കീറിയത് കൊണ്ട് ഞാൻ പോയി നൈറ്റി പോയപ്പോൾ അങ്ങ് എടുത്തന്നേ ഉള്ളൂ. പിന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യില്ല. അയ്യോ ഞങ്ങളെല്ലാം എടുത്തിട്ട് അല്ലാതെ പിന്നെ പ്രീതി ചേച്ചി ചോദിച്ച് ക്രിസ്മസ് ഷോപ്പിംഗ് ആണോ? അയ്യോ അങ്ങനെ ക്രിസ്മസ് ഷോപ്പിങ്ങും അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യം അന്നേരം ഒരു സമയം കിട്ടി എല്ലാവരും കൂടെ പോകാനായിട്ട്. അങ്ങനെ അങ്ങ് പോയി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തു വരത്തേ ഇല്ല. അങ്ങനെ അങ്ങ് പോയി എടുത്തന്നേ ഉള്ളു. അപ്പോൾ പിന്നെ അങ്ങനൊന്നും ഇല്ല എങ്കിൽ ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും. ഇപ്പോൾ ഷർട്ടും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വെളിയിലൊന്നും പോകുന്നില്ലല്ലോ. സൺഡേ ചർച്ചിലല്ല പോകുന്നുള്ളു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്തുവാ, അപ്പോൾ മീനു ചോദിച്ചായിരുന്നു ചേച്ചി ഇവിടുത്തെ ക്ലൈമറ്റ് എന്തുവാന്ന്. മോളെ, ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വൈകുന്നേരം ആവുന്നുണ്ടേ ഒരു തണുപ്പ് പോലുണ്ട്. നേരം വിളിക്കുക നമ്മുടെ ഈ ഡിസംബർ തണുപ്പുണ്ടല്ലേ, ആ തണുപ്പ് പോലുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഇപ്പം ഈ AC ഒക്കെ ഇടുവാണെങ്കിലും ഒരു ചുമ, ഒരു മിനിറ്റ് വെള്ളം കുടിക്കട്ടെ. ഇതൊക്കെ ആണെങ്കിലും ചൂട് സമയത്ത് കഴിഞ്ഞ മാസമൊക്കെ ആണെങ്കിൽ നമുക്ക് 20-ലൊക്കെ ഇട്ടാലേ ഒരു കൂളിങ് വരത്തില്ലായിരുന്നു. ഇപ്പം 26-ലൊക്കെ ഇട്ടാൽ തന്നെ നല്ല കൂളിങ്ങാണ്. കാരണം അത്രയും ക്ലൈമറ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്. അതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കപ്പയും മീൻ കറിയും വെക്കുക കേട്ടോ. എല്ലാവരും ഇപ്പം എന്നെ ഇനി വഴക്ക് പറയുന്നത് അവിടെ കുറേ നാളായി ഇച്ചിരി കേര മീൻ ഞാൻ പറയുന്നത് വാങ്ങിച്ചിരിപ്പുണ്ട്. ഇച്ചിരി ഒന്ന് കപ്പ വാങ്ങിക്കാമെന്ന്. പക്ഷേ കപ്പ അത്ര അങ്ങോട്ട് പൊടിയുള്ള കപ്പ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമുക്ക് കപ്പയും മീൻ കറിയാ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈസി പരിപാടിയായ ഇഡലി ആകുമ്പോൾ എനിക്ക് ഒത്തിരി എളുപ്പമാണ്. കാരണം ടെൻഷൻ ഇല്ല. ഇപ്പം മാവ് അരച്ച് വെച്ചാൽ പിന്നെ നമുക്ക് രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലാതെ ഈ മാവ് അരയ്ക്കാതെ
ഇരിക്കുന്നതിൻ്റെ അന്ന് എന്തോ ഉണ്ടാക്കണം അങ്ങനെയുള്ള ഇത്. അപ്പോൾ ഈ പിള്ളേർക്ക് ഇതൊന്നും അത്ര താല്പര്യമില്ല. ഇപ്പം നമുക്കൊക്കെ ഇത് എളുപ്പമാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഇഡലി ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം, പിന്നെ ഇതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇന്നലെ ഇച്ചിരി കടല ഇടണമെന്നും പറഞ്ഞിരുന്നു, പക്ഷേ മറന്നുപോയി. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ഈ കടലയൊക്കെ കറി വെക്കണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ അന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ബോട്ടിലെടുത്ത് നമ്മുടെ ഈ പാതാമ്പറത്ത് ഈ ടേബിളേ വെക്കും. അപ്പം നമ്മളത് കാണുന്ന ഉടനെ ഓർമ്മ വരുമല്ലേ, വെള്ളത്തിൽ ഇടണമെങ്കിൽ എടുത്ത് വെള്ളത്തിൽ ഇടാമല്ലേ. അപ്പോൾ ഇന്നലെ അത് മറന്നുപോയി, ആ സമയത്തെ എടുത്തങ്ങ് താഴെ വെക്കേണ്ടതായിരുന്നു. ചില സമയത്ത് രാവിലെ ഓർക്കും അരി വെള്ളത്തിൽ ഇടാൻ. അപ്പം ചില സമയത്ത് മറന്നു പോവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഉഴുന്നോ എങ്ങാനും എടുത്ത് കാണത്തക്ക വിധത്തിൽ താഴോട്ട് എടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ ഓർത്ത് ചെയ്യും. അപ്പോൾ ചമ്മന്തിയൊക്കെ ഞാൻ കടുക് വറുത്ത് ചമ്മന്തി അവിടെ റെഡിയായി. ചായ അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇഡലി കോരി ഒഴിച്ച് ഇഡലി ഇപ്പം ആകാറായി. പിള്ളേർക്ക് കൊടുക്കാനുള്ളതും പാലിപ്പം തിളച്ചിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ ഒരു ജഗ പുകയാണ്. കാരണം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റും പിള്ളേരെ സ്കൂളിൽ പോക്കി. എനിക്ക് ഇപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ പിള്ളേർക്ക് സ്കൂളിലൊന്നും കൊടുത്തോണ്ട്. നേരത്തെ ആണെങ്കിൽ ടിഫിനൊക്കെ കൊണ്ടുപോകണമായിരുന്നല്ലേ. ഇപ്പോൾ പോൾമോൻ അങ്ങനെ കോളേജിൽ രാവിലെ പോകുന്നതിനും ടിഫിൻ കൊണ്ടുപോകാറില്ല, പ്രൈസിനേ ഉള്ളൂ. നേരത്തെ പോൾമോൻ ഈ 10th പഠിക്കുമ്പോൾ 5 മണിക്കേ എണ്ണീക്കണമായിരുന്നു. കാരണം അവന് 6:30 ആകുമ്പോഴത്തേനും റെഡിയായി പോകണം, ബസ് വരുമായിരുന്നു. ഇനിയിപ്പം പ്രൈസമോനും ഇനിയും മോർണിംഗ് ഷിഫ്റ്റ് ആവും. അന്നേരം നമുക്ക് പിന്നെ വീണ്ടും 10 വരെ ഇത് തന്നെ രാവിലെ എണ്ണിക്കണം. പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് നമ്മളിവിടെ ജോലിക്കായിട്ട് ഞാനും ചേച്ചി എല്ലാവരും കൂടെയൊക്കെ ആയിരുന്നല്ലോ താമസം. അപ്പോഴൊക്കെ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ നേരം ഇതുപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്തങ്ങ് പ്രാക്ടീസായി, നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പം മുരിഞ്ഞ ദോശ ഇനി ഉണ്ടാക്കാൻ പോവാം. കാരണം അന്നൊക്കെ മാറി തിരിഞ്ഞ് നമുക്ക് പച്ചരി കിട്ടുമായിരുന്നു, അത് കുഴപ്പം വരുമായിരുന്നു. ചിലപ്പം പശപ്പൻ കിട്ടുമായിരുന്നു. ഇപ്പം ഞാൻ കറക്റ്റ് കണീച്ചാവൽ എന്ന് പറയുന്ന ആ ഒരു റൈസാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോയിൽ 3-4 പേര് പറഞ്ഞ് പോൾമോന് ടീഷർട്ടിനേക്കായി ചേരുന്നത് ഷർട്ടാണ്. അപ്പം ഞാൻ ഇന്ന് പോൾമോനോട് തന്നെ പറഞ്ഞ്, എടാ പോൾമോനെ, അതാണ്ട് നിനക്ക് ടീഷർട്ടിനേക്കായി ഷർട്ടാണ് ഇടുന്നത് നല്ല, അപ്പം നീ നല്ല ഹാൻഡ്സമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രൈസ് പറ. ഓ അച്ചാച്ചൻ ഇപ്പം താഴെ നിൽക്കത്തില്ല, അയ്യോ അച്ചാച്ചൻ ഇപ്പം വലിയ ഗമയായി. ഞാൻ പറഞ്ഞ് നിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടടാ, നിനക്കും നല്ലതായിരുന്നു എന്നൊക്കെ. പ്രൈസം ഭയങ്കര സാധനം കേട്ടോ. അവനായിട്ട് ചിടായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിടായിക്കുക എന്ന് വെച്ചാൽ അവനായിട്ട് എന്തുവാ പറയുന്നത്, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രൈസമ്മോന് കൊണ്ടുപോകാനായിട്ട് ഞാൻ മസാല ഇഡലി ഉണ്ടാക്കിയത് കേട്ടോ. ഒരു ട്രിപ്പ് മസാല ഇഡലി ഉണ്ടാക്കി. അപ്പം അവന് കുഴപ്പമില്ല. അവനല്ലാതെ ഇപ്പോൾ എഗ്ഗ് ദോശ ഉണ്ടാക്കുവാണേലോ എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കുവാണേലോ അവന് ഭയങ്കര വിഷമമാണ് കൊണ്ടുപോകാൻ. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പം മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ അവന് മസാല ഇഡലിക്ക് ഇത്തിരി വേണം, ഇച്ചിരി പൊതിഞ്ഞിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇത്രയും ഞാൻ കൊടുത്തു വിടുന്നെങ്കിലും പിള്ളേരൊക്കെ ചോദിക്കുമല്ലേ അടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൂടെ വേണമെങ്കിൽ കഴിച്ചോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കൊടുത്തു വിട്ടത്. അപ്പോൾ അവൻ്റെ പുതിയ ടിഫിൻ ബോക്സിലാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പം റീച്ചാൻ മസാല ഇഡലി കൊണ്ടുപോകാന്നേലും റീച്ചാൻ്റെ കൂട്ടുകാർക്കും ഒരിടയ്ക്ക് സ്ഥിരം ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പം റീച്ചാൻ ചപ്പാത്തിയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇത് കൊണ്ടുവന്നില്ല. ഇത് കൊണ്ടുവന്നതിൻ്റെ അന്ന് റീച്ചാൻ ഞാൻ എക്സ്ട്രാ കൊടുത്തു വിടും. ചിലരൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്തവരുണ്ട്, അവർ വെളിയിൽ നിന്ന് കഴിക്കും. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് സെപ്പറേറ്റ് ഞാൻ പൊതിഞ്ഞ് കൊടുക്കുമായിരുന്നു. ഇതായിരുന്നു അവർക്ക് കഴിക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അവർക്ക് പറയുന്ന ഈ ഇഡലി അവർക്ക് വീട്ടിൽ ആണെങ്കിലും ഇങ്ങനെ കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. രാവിലത്തെ ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ എല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പാത്രം കഴുകൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കപ്പ അകത്ത് പോയി പൊളിച്ച് അരിഞ്ഞായിരുന്നു.
അതിന് ശേഷം പിന്നെ കാബേജ് തോരൻ വെക്കാനായിട്ട് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിയും. ഇപ്പോഴും സവാളയ്ക്ക് വില കുറഞ്ഞിട്ടില്ല, 70 രൂപയാണ്. അപ്പം ഇന്നാൾ ഞാൻ ചോദിച്ചാണെങ്കിൽ നാട്ടിൽ 100 പറയുന്നത്. അപ്പം ഞാൻ കപ്പ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കപ്പ ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ എപ്പോഴും കപ്പ കൊണ്ടുവരുന്നുണ്ടെ ഒന്ന് പുഴുങ്ങി നോക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചെറിയ പീസ് ഒരെണ്ണത്തിൻ്റെ കുഞ്ഞൊരു പീസ് എടുത്തുകൊണ്ട് പുഴുങ്ങി ഉടനെ പിന്നെ വേവുന്നുണ്ടായിരുന്നു, പക്ഷേ അത്ര അങ്ങോട്ട് പൊടിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെ 2 തിളപ്പിച്ച് 2 ഊറ്റും, എന്നിട്ട് അരപ്പിടാമെന്ന് വെച്ച്. ആദ്യം ഞാൻ ചിന്തിച്ച് അങ്ങനെ അങ്ങ് വെന്തില്ലെങ്കിൽ 2 ഊറ്റി കഴിഞ്ഞിട്ട് കുക്കറിൽ ഇട്ടിട്ട് പിന്നെ ഒരു വിസിലടിച്ച് അരപ്പ് ചേർക്കാമെന്ന്. പക്ഷേ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വെന്തു, പക്ഷേ അങ്ങനെ പൊടിയില്ലെന്നേ ഉള്ളായിരുന്നു. വൈകിട്ട് വന്ന് പ്രൈസനോട് ഞാൻ ചോദിക്കും, എടാ വന്ന് വല്ലതും കഴിക്കുക. അപ്പോൾ ഉടനെ അവൻ ചോദിക്കുന്നത് എന്തുവാ, ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ എന്തുവാ, ചോറാണെങ്കിൽ ചോറിൻ്റെ കൂടെ എന്തുവാ. അവന് ഇഷ്ടമില്ലാത്ത കൂട്ടാനോ കറിയോ ആണെങ്കിൽ അവൻ പറയും ഇന്നെൻ്റെ ഫാസ്റ്റിങ്ങാണ്, എനിക്ക് വേണ്ടാന്ന് പറയും. അവൻ വിശന്നിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇന്ന് കാണിച്ചുകൊണ്ട് കപ്പയും മീൻകറി അത് കാണിച്ചുകൊണ്ട് അയ്യോ തുള്ളിച്ചാടക്കമായിരുന്നു. എന്താ ചക്കരമുത്ത് മമ്മീന്ന്. പണ്ടൊന്നും ഇവന് ഇഷ്ടമല്ലായിരുന്നു. ഈ നാട്ടിൽ പോയ പിന്നെ നാട്ടിൽ പോയി ഇത് കഴിച്ച് അങ്കിള് പറയും, എൻ്റെ ആങ്ങള പറയും കഴിച്ച് നോക്കടാ. ആങ്ങളെ പേടിച്ച് കഴിച്ച് നോക്കുന്നതാണ്. അങ്ങനെ കഴിച്ചോണ്ടേ പിന്നെ ഇഷ്ടമായി. അങ്ങനെ ആൾ തിന്നാൻ പഠിച്ചത്. ഇപ്പം കഴിച്ചിട്ട് വീണ്ടും ചോദിക്കും ഇടയ്ക്ക്, മമ്മി കപ്പയുണ്ടോയെന്ന്. അവൻ കപ്പയെന്നല്ല ചക്കയെന്ന് പറയും, ചക്കയുണ്ടോയെന്ന്. അപ്പം ഞാൻ അതൊന്ന് ഊറ്റി കേട്ടോ. എന്നിട്ട് പിന്നെ മീൻകറി എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, അന്ന് കേര വാങ്ങിച്ചത് അച്ചാറിനെടുത്തിട്ട് ബാക്കിയുള്ള കുറച്ച് പീസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പിന്നെ തലയുടെയും അതിൻ്റെ എല്ലാം കൂടെ ഇച്ചിരിച്ച് എടുത്ത് വെച്ചതാണ്. നല്ല പീസ് ഇത്രയേ ഉള്ളൂ, ഇനി ഒരു കുറച്ചുകൂടെ ഉള്ളു. അപ്പോൾ അന്നേ ഞാൻ ചിന്തിച്ച ഇത് വെക്കുന്ന ഉടനെ ഇച്ചിരി കപ്പ വാങ്ങിക്കാമെന്നുള്ളത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞിലെ സ്ഥിരം നമ്മുടെ വീടുകളിൽ കപ്പയായിരിക്കും. അന്നേരം നമ്മൾ ചിന്തിക്കും ഈ കപ്പ ഇല്ലായിരുന്നു, കഴിച്ചങ്ങ് മടുക്കുമല്ലേ. ഇപ്പം കപ്പയുടെ എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി, കപ്പയുടെ വാല്യൂ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്നൊക്കെ നമുക്ക് പറമ്പ് മൊത്തവും ഇപ്പം ഉണ്ടെങ്കിൽ അവിടെ അന്ന് മൊത്തം 6 മാസക്കമ്പ്, അങ്ങനെ ഓരോ മാസം 4 മാസക്കമ്പ് അങ്ങനെയൊക്കെ കപ്പ നട്ട് നമുക്ക് എപ്പോഴും കപ്പയായിരിക്കും അല്ലേ. അന്ന് നമ്മൾ ഈ വേവിക്കുന്ന കപ്പ വേറെ ഉണ്ടായിരുന്നു, അല്ലാതെ ബോയിൽ ചെയ്യുന്നത് വേറെ ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ വേവിക്കുന്ന കപ്പ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കിട്ടുന്നത് നമുക്കിങ്ങനെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ തിളച്ച് മീൻകറി ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ പോൾമോൻ ഇന്നലെ ഇപ്പം പുതിയ ഡ്രസ്സ് വാങ്ങിച്ചില്ലേ, അപ്പോൾ അവന് ഓരോ ദിവസം ഓരോന്നും ഇട്ടുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി അവനൊന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, കാണണേ. ഹായ്, എല്ലാവർക്കും വിജയ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല. ഞങ്ങൾ എല്ലാവരും മമ്മി, ഞാനും പ്രൈസനും പപ്പായും എല്ലാം ഒരു മാർക്കറ്റിൽ പോയായിരുന്നു, ബോലിവലിയിൽ. അവിടുന്ന് ഞങ്ങൾ പ്രൈസന് വേണ്ടി എനിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. എനിക്ക് വേണ്ടി 2 ഇങ്ങനത്തെ പോലെ ഇത് ഒരു മിനിറ്റ് തൊട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഇങ്ങനത്തെ പോലെ ഒരെണ്ണം ഇത് ബ്ലൂ കളറുടെയും പിന്നെ ഒരെണ്ണം പീച്ച് അല്ലെ ഓറഞ്ച് കളറുടെയും വാങ്ങിച്ചിട്ടുണ്ട്. ഓറഞ്ച് അല്ലെങ്കിൽ അത് റെഡ് ആയിരുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഇത് എങ്ങനെ ആന്ന് നിങ്ങൾ പറയണം, അഭിപ്രായം പറയണം. ഇത് എന്റെ എങ്ങനെ ഉണ്ട്. പിന്നെ ഇത് ഹാഫ് സ്ലീവ് 2 എണ്ണം വാങ്ങിച്ചു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതും 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ പ്രൈസൺ കാണിക്കും. ഇത് ഇത്രയും മാത്രം എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രൈസന് ഷൂ വാങ്ങിച്ചായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞില്ലേ, 3 പേരെ പറഞ്ഞുള്ളൂ എന്തോ പിന്നെ അതിൻ്റെ അഭിപ്രായം, ബാക്കി ആരും പറഞ്ഞില്ല. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടേ ആന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഉള്ള. പിന്നെ പ്രൈസൺ ഇപ്പം സ്കൂളിൽ പോയാന്ന്. പ്രൈസൺ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവന്റെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ ഇവൻ പറഞ്ഞ ഈ ക്ലിപ്പ് ഞാൻ
നേരത്തെ എടുത്ത് വെച്ചതാ. അതാ ഞാൻ പറഞ്ഞത് 3 പേരെ പറഞ്ഞുള്ളായിരുന്നടാന്ന്. അത് കഴിഞ്ഞ് കുറേ പേരോട് പറഞ്ഞായിരുന്നു. അപ്പം അവനത് പറഞ്ഞത് അതാ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ വീഡിയോ ഞാൻ ഇന്നാണ് എടുത്തിട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഷൂ ഒക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു. പിന്നെ അതങ്ങ് കട്ട് ചെയ്യാൻ പോയില്ല. അല്ലെങ്കിൽ നമ്മളവിടെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പറച്ചിലൂടാകുമ്പം ഏറ്റക്കുറച്ചിൽ വരും. അതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തില്ല. അത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോയാണ്. അപ്പം ഞാൻ മീൻ ഇതിൻ്റെ അകത്ത് കഴുകിയിട്ട് എത്രയും ചട്ടി പറ്റുമോ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ചട്ടിയേ ഉള്ളു, അത്രയും ഇതിൻ്റെ അകത്തിടും. ബാക്കി അങ്ങ് കെട്ടി വെച്ചിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ബാക്കി വരുന്നത് ഇങ്ങനെ ഇച്ചിരി വെച്ചിട്ട് ലാസ്റ്റിൽ ഒരു കറിക്ക് കാണും. അപ്പോൾ ഇത്രയും ഞാനങ്ങ് വെച്ച് ഇതിപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്കിന് കാണും. കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് എനിക്കൊരു ഓർമ്മ. ഞാൻ ഒന്ന് ചാറൊന്ന് നക്കി നോക്കിയിട്ട് എന്തോ ഉപ്പിട്ടില്ല. എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഉപ്പ് ഇട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ടില്ല. പിന്നെ ഉപ്പും ഉലുവാപ്പൊടിയും ചേർത്ത് ചില ഒരു പ്രാവശ്യമാണെങ്കിലും വെച്ച് മീൻകറിയൊക്കെ നമ്മൾ ഇപ്പം ഉപ്പിടാതെ വെച്ചിട്ട് ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞാൽ അതൊരു വധമാണ്. കാരണം കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് പിടിക്കണ്ടേ. അതുകൊണ്ട് അപ്പം ഞാൻ നോക്കിയാണെങ്കിൽ ഉപ്പിട്ടില്ലായിരുന്നു. കാര്യമായിപ്പോയി ആരംഭത്തിലെ തിളയ്ക്കുന്നതിന് മുമ്പിട്ടെ അത് വറ്റുന്നതിന് മുമ്പിട്ട് മനസ്സിലായത്. ചില സമയത്ത് ഓർമ്മക്കേടല്ലേ, എല്ലാവർക്കും ഇതുപോലെ കാണത്തില്ല. എനിക്കിച്ചിരി ഓർമ്മക്കുറവ് കൂടുതലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്ന് മാർക്കറ്റ് വെളിയിൽ പോകണമായിരുന്നു. രാവിലെയാണ് ഞാൻ റീച്ചാറിൻ്റെ പോയിടണേ. കറിവേപ്പില വേണം. ഞാൻ അന്നേരം ചിലപ്പോൾ സമയത്താണെങ്കിൽ നമ്മൾ 10 രൂപയ്ക്കൊക്കെ ചോദിച്ചാൽ ഒരു ചിണിയും കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് 20 രൂപയ്ക്ക് ഇതാന്ന്. സത്യം പറഞ്ഞാൽ 20 രൂപയ്ക്ക് പറയണ്ടായിരുന്നു. ഒരു കാട് പക്ഷെ അത് നല്ല കരിയാപ്പിലയല്ലായിരുന്നു. കാട് പോലെ അയാൾ കുറേ ഇങ്ങ് ഒടിച്ച് തന്നു കമ്പോട് കൂടി. അത് എനിക്ക് അത്രയും വേണ്ടായിരുന്നു. 10 രൂപയ്ക്ക് മതിയായിരുന്നു. പിന്നെ പറഞ്ഞും പോയി ഒരു അപ്പാപ്പനായിരുന്നു. എന്തോലും പറയുമോ എന്നും പറഞ്ഞ് പേടിച്ച് ഞാൻ പിന്നെ അതിങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അരി അവിടെ തിളയ്ക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് വാർത്ത്. അപ്പോൾ ഇത് ഞാൻ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ ഞാൻ പറഞ്ഞില്ലേ വെന്ത്, അത് അരപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ അരപ്പിൻ്റെ അകത്ത് തന്നെ അങ്ങ് ഉപ്പൊക്കെ ചേർത്ത്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ അടച്ച് ഇത്തിരി നേരം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചായിരുന്നു. പിന്നെ ഞാനെടുത്ത് ഇത് ഈ മത്തും കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞില്ല വെന്തു, പക്ഷേ പൊടിയില്ലായിരുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതിപ്പം കപ്പയൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടേ. നമുക്ക് നാട്ടിലൊക്കെ ഈ മടലിൻ്റെ തുടുപ്പ് അതാ പിന്നെ നമ്മൾ ഈ കപ്പ കുഴയ്ക്കാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ മത്തും കൊണ്ടൊന്ന് കുഴച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് പിന്നെ ഇങ്ങനെ തവിയും കൊണ്ട് ഇങ്ങനെ ഉടച്ചൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കപ്പയൊക്കെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ആ തുടുപ്പ് നക്കുന്ന എത്ര പേരുണ്ട്. അങ്ങ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യണ്ടെന്ന് ചിന്തിച്ചാലും പക്ഷേ അങ്ങ് ചെയ്തു പോകും. ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് വൃത്തികേടായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ ഭാഗം അങ്ങ് സ്കിപ്പടിച്ച് പോകട്ടോ. ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ അങ്ങ് പോകും തുടുപ്പിൻ്റെ അകത്ത്. അപ്പം മീൻകറിയൊക്കെ വറ്റി വന്നായിരുന്നു, അതവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കപ്പയും മീൻകറിയും കൂടെ ഒന്ന് കഴിച്ചുകൂടെ കാണിക്കാം കേട്ടോ. ഇത്രയും ഉണ്ടാക്കിയില്ലേ, അപ്പോൾ കഴിച്ച് കാണിച്ചില്ലെങ്കിൽ ചിലർ പറയും അയ്യോ അവർക്ക് വിഷമാവും, അയ്യോ കഴിച്ച് കാണിക്കാൻ എന്താ അത് കേട്ടോ. എൻ്റെ പള്ളും പറയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി കപ്പയും ഞാൻ സാധാരണ പിന്നെ എനിക്ക് ഇച്ചിരി കപ്പയും ചോറൂടെ വേണം. അത് രണ്ടും കൂടെ ഇളക്കി കഴിക്കാനാണ് എനിക്കിഷ്ടം, ചോറിൻ്റെ കൂടെ ഒരു ഇച്ചിരി. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും എടുത്തില്ല. ഇച്ചിരി നല്ല നമ്മുടെ മുളകിട്ട മീൻകറിയും കപ്പയും കൊണ്ട് എടുത്തിട്ടുണ്ടേ. ഇത് കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോയി നിൽക്കും എൻ്റെ സാറുമാരെ. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കും ഇതെന്തോ ഒരു കൊതിയാ, ഇങ്ങനെയും കൊതിയുള്ള മനുഷ്യരുണ്ടോ? എന്നാൽ നിങ്ങൾ ചിന്തിക്കോ, ഞാനുണ്ട് കേട്ടോ, ചിന്തിച്ചോളൂ. ഇങ്ങനെ ഒരു കൊതിയുള്ള ആൾ ഈ ബിജിയുണ്ട്. അപ്പം നല്ല ചൂടാ, കഴിക്കാനും വയ്യ പെട്ടെന്ന്. കപ്പയ്ക്കും നല്ല ചൂട്, മീൻകറിയും നല്ല ചൂടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.